എലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെ വികസനമാണ് മാഡം ഈ മണ്ഡലത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? മണ്ഡലത്തിലെ യുവാക്കളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് കളിസ്ഥലത്തിന്റെ അപര്യാപ്തതയാണ്. യുവാക്കള് ലഹരിക്കും അതുപോലുള്ള വിഷയങ്ങളുമായി അടിമപ്പെട്ടു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവരണം. ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ലാത്ത നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് എലത്തൂർ എന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ച് അതിനുശേഷം ഒരു സാധാരണക്കാരായ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരന്തരമായുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ ഓൾഡ് ഏജേഴ്സിനെ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങൾ, അങ്ങനെ ഒരു സമൂലമായിട്ടുള്ള എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഈ ഒരു മണ്ഡലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ വർഷങ്ങളായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഗവൺമെന്റ് ഒക്കെ പലതവണ പറഞ്ഞ വിഷയങ്ങളാണ്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ യാഥാർത്ഥ്യമായിട്ടില്ല. ബാക്ക് വാട്ടർ ടൂറിസം അതൊരു കുമരകം പോലെ അല്ലെങ്കിൽ ആലപ്പുഴ പോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശത്തെ പക്ഷെ അത്തരം രീതിയിലുള്ള പദ്ധതികൾ ഒന്നും തന്നെ എലത്തൂരിന്റെ മണ്ണിൽ കേരളത്തിലെ ഒരു ടൂറിസം ഭൂപടത്തില് കൃത്യമായിട്ട് മാർക്ക് ചെയ്യപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പ്രാദേശിക റോഡുകളുടെ അടക്കം വികസന പ്രവർത്തനങ്ങൾ വളരെ അപര്യാപ്തമായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ ജനങ്ങൾ ആ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. റോഡുകള്, പാലങ്ങള് പലപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇവിടെ. എന്തായാലും വിശേഷാംശങ്ങൾ നേരെയാണ് വിജയിച്ചത് കാണണം. താങ്ക് യു.